കെ അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഒരു കുറ്റകൃത്യം നടന്നാൽ ആ മൊബൈലും ലാപ്ടോപ്പും കസ്റ്റഡിയിലെടുത്താൽ തീർന്നോ കുറ്റകൃത്യം? ഇത് ഈ പുറത്ത് നിൽക്കുന്ന പ്രതിക്ക് വേണമെങ്കിൽ ഇനിയും മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെ കിട്ടുമല്ലോ അല്ലേ? സമൂഹ മാധ്യമങ്ങളിൽ ഇനിയും പെൺകുട്ടികളുടെ പടവും കിട്ടും. നാട്ടിലുള്ളവരുടെ തന്നെ പടം എടുത്താണ് പോലും ഇതൊക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഗൗരവമുള്ള ഒരു വിഷയമാണ്. കാരണം നാട്ടിൽ തൻ്റെ സമീപത്തുള്ള തനിക്ക് പരിചയമുള്ള തൻ്റെ വീടിനടുത്തൊക്കെയുള്ള പെൺകുട്ടികളുടെ ചിത്രങ്ങളാണ് ഇത്തരത്തിൽ ഉപയോഗിച്ചത് എന്നതാണ്. ഇയാളൊരു ആൽബം ഡിസൈനറാണ്. അനൂപ് ആൽബം ഡിസൈനർ. അതിൻ്റെ മറവിലാണ് ഇത്തരത്തിൽ ചിത്രങ്ങൾ അദ്ദേഹം പല സ്റ്റുഡിയോയിൽ നിന്നും അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം ഐഡികളിൽ നിന്നൊക്കെ ഇത്തരത്തിൽ ശേഖരിക്കുകയും ഇത്തരത്തിൽ മോർഫ് ചെയ്ത് ഇത്തരത്തിൽ നഗ്ന ചിത്രങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിലും അതോടൊപ്പം തന്നെ വാട്സപ്പിലും ടെലിഗ്രാമിലൊക്കെ പബ്ലിഷ് ചെയ്യാനുള്ള നീക്കം നടത്തിയത്. ഇതിന് പിന്നാലെ തന്നെ ഒരു യുവതിയായിരുന്നു പരാതിയുമായി രംഗത്ത് വന്നത്. അന്ന് തന്നെ അനൂപിനെ വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തു. പക്ഷേ യുവതി മൊഴി നൽകാൻ തയ്യാറാകാതിരുന്ന ഘട്ടത്തിൽ അയാളെ തിരിച്ചുവിടുകയായിരുന്നു ചെയ്തത്. പിന്നീട് 3 പെൺകുട്ടികൾ കൂടി സമാനമായ രീതിയിലുള്ള പരാതി നൽകിയതോടുകൂടിയാണ് അനൂപിനെ അറസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. ഇതോടുകൂടി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അനൂപ് ഇത്തരത്തിൽ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ലാഭത്തിനല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മനോവൈകൃതമായിട്ട് തന്നെ അതിനെ കാണേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്തത്. ഏതായാലും 32 പെൺകുട്ടികളുടെ ചിത്രങ്ങളാണ് ഇത്തരത്തിൽ മോർഫ് ചെയ്തതെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില പുരുഷന്മാരുടെ ചിത്രങ്ങളും സമീപത്തുള്ള പുരുഷന്മാരുടെ ചിത്രങ്ങളും ഇത്തരത്തിൽ ശേഖരിക്കുകയും പെൺകുട്ടികൾക്കൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ മോർഫ് ചെയ്തു എന്നുള്ള കണ്ടെത്തലും പോലീസിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ടെലഗ്രാമുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ടൊക്കെ അതിലെ അക്കൗണ്ട്സ് ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അക്കാര്യങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. രോഹിണി, അന്വേഷണം വഴിമുട്ടുന്നത് പോലും ഇത്തരക്കാർക്ക് വീണ്ടും ഇതേ പ്രവൃത്തി തന്നെ തുടരാനുള്ളൊരു പ്രോത്സാഹനം കൂടിയാകുന്നതാണ്. ഈ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. പല പെൺകുട്ടികളും തങ്ങളുടെ പടം ഇത്തരത്തിലൊക്കെ ഉപയോഗിക്കുന്നത് അറിയുന്നു പോലും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ.